കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011-2013 കാലഘട്ടത്തിൽ അന്നത്തെ വനം കായിക സിനിമാ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ KB ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. 2013 അദ്ദേഹം രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായി. അത് ഏവർക്കും അറിയാവുന്നതാണ്. ആദ്യം അദ്ദേഹം രാജിവെക്കണം, അങ്ങനെ കേരള കോൺഗ്രസ് ബിയുടെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിനെ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് വേണ്ട എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിതാവും കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനുമായ ശ്രീ R ബാലകൃഷ്ണപിള്ള സാർ സ്പീക്കർക്കും അതുപോലെ തന്നെ ശ്രീ ഉമ്മൻചാണ്ടി സാറിനും കത്ത് നൽകി. എന്നാൽ അതിൽ നിന്നൊക്കെ ശ്രീ ഉമ്മൻചാണ്ടി സാറും UDF അദ്ദേഹത്തെ സംരക്ഷിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് 2013 അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ശ്രീമതി യാമിനി തങ്കച്ചി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഗാർഹിക പീഡന കേസിൽ പോലീസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ സംഘടനകൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും അതിശക്തമായ പ്രതിഷേധമുണ്ടാക്കുകയും ഒരു മന്ത്രിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹം അറസ്റ്റിലാകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. എന്നാൽ രാജിവെച്ച അദ്ദേഹം തുടർന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ നിർദ്ദേശാനുസരണം അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ ഷിബു ബേബി ജോണിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ പ്രശ്നം ഗാർഹിക പീഡന കേസ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ കേസ് വളരെ ശ്രമകരമായ പണിയിലൂടെ അത് ഒത്തുതീർപ്പാക്കുകയും എന്നാൽ തുടർന്ന് മന്ത്രിയാകുവാൻ ആഗ്രഹിച്ച ശ്രീ ഗണേഷ് കുമാർ UDF നേതൃത്വത്തെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ അത് അറിയിക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹത്തിന് മന്ത്രിയായി തിരികെ വരാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിന്റെ മാവേലിക്കര പാർലമെന്റ് ജനറൽ സെക്രട്ടറി ആയി അന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിലും ഇദ്ദേഹവുമായി നല്ല അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് ശ്രീ ഗണേഷ് കുമാർ സാർ. ഗണേഷ് കുമാർ സാറിനോടൊപ്പം നല്ല അടുപ്പം പുലർത്തിയിരുന്നത് കൊണ്ട് തന്നെ നല്ല അടുത്ത ബന്ധമുള്ളപ്പോഴും തന്നെ അദ്ദേഹം പലപ്പോഴും പറയുമായിരുന്നു, തിരികെ മന്ത്രിയാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും ഉമ്മൻചാണ്ടിയെയും UDF നേതാക്കന്മാരെയും ഞാൻ ഒരു പാഠം പഠിപ്പിക്കുമെന്നും പെണ്ണ് കേസിൽ പ്രതിയാക്കുമെന്നുമൊക്കെ അദ്ദേഹം നമ്മുടെ മുഖതാവിൽ സംസാരിച്ചു. അപ്പോഴൊക്കെയും നമ്മൾ ഒന്നും തന്നെ തിരികെ പറയുമായിരുന്നു. ഇദ്ദേഹം തിരികെ മന്ത്രിസഭയിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ആളുമാണ് ഞാൻ. പക്ഷേ പിന്നീട് 2013 കഴിഞ്ഞ് 2015 ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വീണ്ടും ഇടതുപക്ഷത്തോടു കൂടി അടുത്തുകൊണ്ട് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നാൽ സോളാർ സ്കാം കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ സോളാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സോളാർ കമ്മീഷന്റെ ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അറിയാൻ കഴിഞ്ഞത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിനെയും അതുപോലെ തന്നെ UDF നേതാക്കന്മാരെയും ലൈംഗിക ആരോപണത്തിൽ പെടുത്തിയിരിക്കുന്നു, ലൈംഗിക കേസുകളിൽ പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോഴാണ് എനിക്ക് ബോധ്യമാകുന്നത് ഇദ്ദേഹം അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെയൊക്കെ പെണ്ണുകേസിൽ പെടുത്തുമെന്നും ഇവരെയെല്ലാം ഒരു പാഠം പഠിപ്പിക്കുമെന്നും പറഞ്ഞതിന്റെ പൊരുളഴി ഇതൊരു വലിയൊരു ഗൂഢാലോചന ഇതിന്റെ ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാണ് ഞാൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലുള്ള കേസായതിനാൽ വളരെ കൂടുതലായി ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള ദിവസങ്ങളിൽ പറയേണ്ടുന്ന സാഹചര്യങ്ങളിൽ സമയങ്ങളിൽ കൃത്യമായി വിവരങ്ങൾ പുറത്തു പറയുക തന്നെ ചെയ്യും.